Hello everyone, welcome back to my channel. ഫിഫ്ത്ത് സെമസ്റ്റർ അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്ററിലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡ്രാമയുടെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണിത്. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ട്രാജി കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ ട്രാജഡിയുടെയും കോമഡിയുടെയും ഇതിൻ്റെ രണ്ടിൻ്റെയും നോംസ് ഓഫ് ക്യാരക്ടേഴ്സ്, സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ടിപ്പിക്കൽ പ്ലോട്ട് ഫോം അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് ട്രാജി കോമഡി. ഇതിൽ നമുക്ക് ലോ ഡിഗ്രി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഹൈ ഡിഗ്രി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാണാൻ സാധിക്കും. സാധാരണ ട്രാജഡിയിൽ നല്ല അപ്പർ ക്ലാസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ക്യാരക്ടേഴ്സും കോമഡിയിൽ ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകളും അങ്ങനെയുള്ളൊരു റൂളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ട്രാജി കോമഡിയിൽ ഇതിനൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റോമൻ ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള പ്ലോട്ടസ് 2nd സെഞ്ച്വറി BC ഈ ഒരു ടേം ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആംഫിട്രയോൺ എന്ന് പറയുന്ന വർക്ക് ഇതിനുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് റോൾസിൻ്റെ റിവേഴ്സൽ, ഹൈ ഡിഗ്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഡിഗ്രി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോളുകൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡ്രാമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഗോഡ്സും ഹീറോസും കോമിക്കായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ സ്ലേവ്സിന് നല്ല ട്രാജിക് ഡിഗ്നിറ്റി കൊടുക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ ഒരു വർക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, ക്ലാസിക് ഗ്രീക്ക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഗോഡ്സിന് നല്ല ഡിഗ്നിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ലേവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിരിക്കും, താഴ്ന്ന നിലയിൽപ്പെട്ട ആളുകളായിരിക്കും കോമിക്കായിട്ടുള്ള ഓരോന്ന് കാണിക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു റോളുകളിൽ ഒരു റിവേഴ്സലായിട്ടുള്ള പ്രോസസ്സ് കൊണ്ടുവന്നത്. അതായത് ഓപ്പോസിറ്റായിട്ട് റോളിൻ്റെ ചേഞ്ച് വരും. ട്രാജി കോമഡീസ് ആദ്യമായിട്ട് വന്നത് എലിസബത്തൻ ആൻഡ് ജാക്കോബിയൻ പീരിയഡ്സിലായിരുന്നു. ട്രാജി കോമഡിയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. അത് പ്രോട്ടഗണിസ്റ്റിൻ്റെ ലൈഫിൽ ഒരു ട്രാജിക് ടേൺ കൊണ്ടുവരും. പക്ഷേ എങ്കിൽ കൂടി പെട്ടെന്നൊരു സിറ്റുവേഷൻ, റിവേഴ്സൽ ഓഫ് സർക്കംസ്റ്റൻസ് കാരണം തന്നെ ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഹാപ്പിലി ആയിരിക്കും. പക്ഷെ ഒരു ട്രാജഡി ആണെങ്കിൽ ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല. ട്രാജി കോമഡിയിൽ എന്താണ്, ഹാപ്പി എൻഡിങ് ആണ്. ഇനി ജോൺ ഫ്ലെച്ചറുടെ ദ ഫെയ്ത്ത്ഫുൾ ഷെപ്പേർഡസ് എന്ന് പറയുന്ന വർക്ക് ഇതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ വർക്ക്, അത് ഷേക്സ്പിയറിയൻ കോമഡി ആയിട്ടാണ് കണക്കാക്കുന്നത്, പക്ഷേ എങ്കിൽ കൂടി ഇതിന് എക്സാമ്പിളാണ്. പിന്നെ ദ വിൻറ്റേഴ്സ് ടെയിൽ, ദ ടെമ്പസ്റ്റ്, ഇതൊക്കെ ഷേക്സ്പിയറിൻ്റെ തന്നെ വേറെ വർക്കുകളാണ്, ഇതും ഇതിന് എക്സാമ്പിളാണ്. 19th സെഞ്ച്വറിയിൽ റിയലിസം വന്നതോടുകൂടിയിട്ട് ട്രാജി കോമഡിക്ക് പിന്നെയും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ട്രാജിക് ആൻഡ് കോമിക് എലമെൻറ്റ്സ് തമ്മിൽ മിക്സ് ചെയ്യുക. അപ്പോൾ കോമിക് എലമെൻറ്റ്സ്, ഒരു ട്രാജിക് കോമഡിയിൽ കോമിക് എലമെൻറ്റ്സ് അതിലുള്ള ഐറണിക് ആയിട്ടുള്ള കൗണ്ടർ പോയിൻറ്റ്സിനെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും അപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് അതിലെ ട്രാജഡി ഒന്നുകൂടി ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഇതാണ് ലേറ്റർ 19th സെഞ്ച്വറിയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്. ഗോസ്റ്റ്, ദ വൈൽഡ് ഡക്ക് എന്ന് പറയുന്ന ഇബ്സൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. നെക്സ്റ്റ് ഡ്രാമയുടെ പാർട്ടുകളാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്ലോട്ട്, ദ കോൺസ്റ്റുവൻറ്റ് പാർട്സ് ഓഫ് ഡ്രാമ. ഫസ്റ്റ് വൺ പ്ലോട്ട്. അരിസ്റ്റോട്ടിൽ പ്ലോട്ടിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടേമാണ് മിത്തോസ്. പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാജഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. പ്ലോട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് എ പ്ലേ ഡിവൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ബൈ ദ പ്ലേ റൈറ്റ് ആസ് എൻ ഇൻ്റർ റിലേറ്റഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻ. പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേയിലെ മെയിൻ ഇവൻറ്റ്സ് ആണ്. അതിനെ ഡിവൈസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക, പ്ലേ റൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആസ് ആൻ ഇൻ്റർ റിലേറ്റഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആക്ഷൻ. അതിലെ ഇവൻറ്റ്സും ആക്ഷനൊക്കെ പരസ്പരം കണക്ട് ചെയ്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ആക്ഷൻസും ഇവൻറ്റ്സും, അതിലെ ആക്ഷൻസും ഇവൻറ്റും ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഓതർ ഉദ്ദേശിക്കുന്ന പാർട്ടിക്കുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് ആൻഡ് ഇമോഷണൽ എഫക്റ്റ് കിട്ടാനുള്ള ആ ഒരു രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. യെറ്റ് ദ ആക്ഷൻസ് ബൈ ദ ക്യാരക്ടേഴ്സ് ആർ ഓൾസോ മെൻറ്റ് ടു എക്സിബിറ്റ് ദെയർ മോറൽ ആൻഡ് ഡിസ്പോസിഷണൽ ക്വാളിറ്റീസ്. പക്ഷേ എങ്കിൽ കൂടി അതിലെ ക്യാരക്ടേഴ്സും അത്തരത്തിലുള്ള അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഡിസ്പോസിഷണൽ ക്വാളിറ്റീസ് കാണിക്കുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലോട്ടും ക്യാരക്ടേഴ്സും രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് പ്ലോട്ടും ക്യാരക്ടേഴ്സും. പ്ലോട്ടും സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്ലേയുടെ മിയർ സമ്മറി ആയിരിക്കും. അതെന്താണ് അതിലെ സ്റ്റോറി എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ, കഥയുടെ ഒരു ഔട്ട്ലൈനെയാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ബെയർ ഔട്ട്ലൈൻ ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ എ പ്ലേ.
പക്ഷെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഇവൻറ്റ്, അതിലെ ഇവൻറ്റുകൾ തമ്മിലുള്ള കോറിലേഷൻ, കണക്ഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എക്സാമിൻസ് ദ കോസ് ആൻഡ് എഫക്റ്റ് ആൻഡ് മോട്ടിവേഷൻസ് വിച്ച് പ്രൊഡ്യൂസ് ദ പർട്ടിക്കുലർ ഇമോഷണൽ എഫക്ട്സ് ഓൺ ദ റീഡർ ഓർ സ്പെക്ടാക്ടർ. ആ ഒരു കാണുന്ന കാണികളിൽ അല്ലെങ്കിൽ വായിക്കുന്ന ആളിൽ ഒരു പർട്ടിക്കുലർ ഇമോഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന കോസ് ആൻഡ് എഫക്റ്റ്, പിന്നെ മോട്ടിവേഷൻസ്, അതിനൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒന്നാണ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഇനി പ്ലോട്ടിലെ കുറച്ച് കണ്ടൻറ്റുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ചീഫ് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നതിനെയാണ് പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഹീറോ അല്ലെങ്കിൽ ഹീറോയിന്, അത് ആണാണെങ്കിൽ ഹീറോ, പെണ്ണാണെങ്കിൽ ഹീറോയിന്. ദ പ്ലോട്ട് ഈസ് ജനറലി വൂവൺ അറൗണ്ട് ദെയർ ആക്ഷൻസ് ആൻഡ് ഫെയ്റ്റ്. ഈ ഒരു പ്ലോട്ടും ഇതും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അല്ലെങ്കിൽ ഹീറോയിൻ്റെ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിൻ്റെ ലൈഫ്, അവരുടെ ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഫെയ്ത്ത്, അതുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്നതായിരിക്കും ഒരു പ്ലോട്ട്. അവരെ ആയിരിക്കും കൂടുതൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇനി ആൻറ്റഗണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടഗണിസ്റ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് എതിർത്ത് വരുന്ന ക്യാരക്ടറിനെയാണ് ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുക. ഈ ഒരു ആൻറ്റഗണിസ്റ്റ് നല്ല ഈവിലായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂവലായിട്ടുള്ള ക്യാരക്ടർ ആകുമ്പോൾ അവരെ നമ്മൾ വില്ലൻ എന്നും വിളിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ ആൻറ്റഗണിസ്റ്റ് ഒരു മനുഷ്യനായിക്കൊള്ളണം എന്നില്ല. ചില സമയത്ത് ഫെയ്റ്റോ, ആ ഒരു പ്രോട്ടഗണിസ്റ്റിൻ്റെ ഫെയ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടഗണിസ്റ്റിനെതിരെ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റൻസുകളും അവിടുത്തെ ആൻറ്റഗണിസ്റ്റായിട്ട് വരാം. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനുഷ്യൻ ആയിക്കൊള്ളണം എന്നില്ല. ഇനി ഫോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ക്യാരക്ടർ ഹൂ ഷോസ് എ ഷാർപ്പ് കോൺട്രാസ്റ്റ് ഇൻ ദ ടെമ്പറമെൻറ്റ് ടു ദ പ്രോട്ടഗണിസ്റ്റിൻ്റെ ടെമ്പറമെൻറ്റിൽ നന്നായിട്ട് അത് കൂടാനും കുറയാനും അല്ലെങ്കിൽ അതിൽ വ്യത്യാസം വരാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഫോയിൽ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രോബ്ലം നന്നായിട്ട് അറിയുക. അപ്പോൾ നല്ല ജലസ് ആയിട്ടുള്ള ഒരാളാണ് വിചാരിക്കുക. അപ്പോൾ ഇത് അറിയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാക്സിമം അവരെങ്ങനെ ജലസ് ആക്കിയിട്ട് ആ ഒരു ജലസിനെസ് എത്ര ഉയർത്താൻ പറ്റുന്നോ അത്രയും ഉയർത്താൻ ശ്രമിക്കുന്ന രീതിയിലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. മെയിൻ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ആ ഒരു സ്വഭാവത്തിന് നല്ല രീതിയിൽ റൈസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള, മിക്കവാറും അത് നെഗറ്റീവ് സെൻസിലായിരിക്കും വരിക, അതായത് ചീത്ത എഫക്റ്റ് ആയിരിക്കും ആ ഒരു ഇത് കാരണം ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഫോയിൽ എന്ന് പറയുന്നത്. ഫോയിൽ ഈസ് ഇൻട്രൊഡ്യൂസ് ടു സ്ട്രെസ് ആൻഡ് ഹൈലൈറ്റ് ദ ഡിസ്റ്റിങ്റ്റീവ് ടെമ്പറമെൻറ്റ് ഓഫ് ദ പ്രോട്ടഗണിസ്റ്റ്. ഈ ഒരു പ്രോട്ടഗണിസ്റ്റിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു ടെമ്പറമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഫോയിൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന പ്ലേയിൽ ലാറ്റസ് എന്ന് പറയുന്നത് ഒരു ഫോയിലാണ്. ഹാംലെറ്റിൻ്റെ ആ ഒരു സംശയം കൂടുതൽ വഷളാക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ലാറ്റസ് അതിൽ വരുന്നത്. ഇനി സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലേ റിറ്റെയിൻസ് ദ കോൺസിസ്റ്റൻറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ വ്യൂവർ ത്രൂ ദ എലമെൻറ്റ് ഓഫ് സസ്പെൻസ്. അത് കാണുന്ന കാണികളിൽ ഈ ഒരു സസ്പെൻസ് കാരണമാണ് അവരുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നത്. സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലാക്ക് ഓഫ് സെർട്ടൈനിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ സ്പെക്ടാറ്റർ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇൻ ദ പ്ലേ ഈസ് കോൾഡ് സസ്പെൻസ്. നമ്മളൊരു പ്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അടുത്തത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ഇനി അതെന്നാവോ നടക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സെർട്ടൈനിറ്റി ഇല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഫീല് നമുക്കൊരിക്കലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ കഥ പോകുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു ഫീലിംഗ്, അത്തരത്തിലുള്ളൊരു സംഭവമാണ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് എന്താ നടക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. സസ്പെൻസ് ഈസ് ഓഫൺ എൻഹാൻസ്ഡ് ബൈ ദ സിമ്പതി ഓഫ് ദ സ്പെക്ടാറ്റർ വിത്ത് ദ പ്രോട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ. ആ ഒരു പ്ലേയിലെ പ്രോട്ടഗണിസ്റ്റിനോടുള്ള കാണുന്ന ആളുകളുടെ സിമ്പതിയുമായിട്ട് യൂസ് ചെയ്തിട്ട് അത് എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് സസ്പെൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കാണുന്ന കാണികളിൽ അടുത്തതായിട്ട് എന്താ സംഭവിക്കുക എന്ന് കാണാനുള്ള ഒരു ഈഗർനെസ് ഉണ്ടായിരിക്കും, നല്ല ആകാംക്ഷ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് എന്താണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്ലേയുടെ സക്സസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് എഴുതിയിട്ടുള്ള പ്ലേ റൈറ്റിന് കാണികളിൽ എത്രത്തോളം സസ്പെൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതിലാണ്. ആ ഒരു സസ്പെൻസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ്. ഇനി ഇൻട്രിയൂഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേയിലെ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ ഫൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇൻട്രിയൂഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇൻട്രിയൂഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇഗ്നോറൻസ് ഓർ ഗില്ലിബിലിറ്റി ഓഫ് ദ പേഴ്സൺസ് അഗെയിൻസ്റ്റ് ഹൂം ഇറ്റ് ഈസ് ഡിവൈസ്ഡ്. ഒരു ക്യാരക്ടറിനെ ആ ഒരു സ്റ്റോറിയിലെ വേറെ ക്യാരക്ടേഴ്സിനെ ഫൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇൻട്രിയൂഗ്. അപ്പോൾ അത് വിജയിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ഫൂൾ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ
എത്രത്തോളം ഇഗ്നോറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഗില്ലിബിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവത്തിൻ്റെ വിജയം വരുന്നത്. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിൽ ഈ ഒരു ഒഥല്ലോ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ നെക്സ്റ്റ് ദ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ് ഇൻ എ പ്ലോട്ട്. ഒരു യൂണിഫൈഡ് പ്ലോട്ടിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള 3 എലമെൻറ്റ്സ് ആയിട്ടാണ് ബിഗിനിങ്, മിഡിൽ, എൻഡിനൊക്കെ അരിസ്റ്റോട്ടിൽ കണക്കാക്കിയിരുന്നത്. ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ ആക്ഷൻ ഇൻ എ വേ ദാറ്റ് ആൻറ്റിസിപ്പേറ്റ്സ് ഫെർദർ ആക്ഷൻ. അതിലെ സ്റ്റോറിയിലെ മെയിൻ ആക്ഷനായിരിക്കും അത് കാണിക്കുന്നുണ്ടായിരിക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫെർദർ ആയിട്ട് നടക്കാൻ പോകുന്ന ആക്ഷനെ കുറിച്ചൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിഡിൽ എന്ന് പറഞ്ഞാൽ presumes what has gone before and recovers something to follow. നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്യൂം ചെയ്യുന്ന രീതിയിലായിരിക്കും മിഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒന്നുകൂടി ആയിരിക്കും. ഇനി എൻഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ഫോളോസ് വാട്ട് ഹാസ് ഗോൺ ബിഫോർ ബട്ട് റിക്വയർസ് നത്തിങ് മോർ. എൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന വന്നിട്ടുള്ള ഒന്നായിരിക്കും. പക്ഷെ എന്താണ്, ഇനി അതിൽ കൂടുതൽ ഒന്നും വേണം എന്നുള്ള രീതിയിലായിരിക്കില്ല. അതായത് എൻഡിങ് കണ്ടാൽ നമുക്ക് പിന്നെ അതിന് തുടർച്ചയായിട്ട് ഒന്നും വേണം അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി എക്സ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ പ്ലോട്ട് ഈസ് ദ ടൈം ഫോർ ബിൽഡിംഗ് അപ്പ് നെസസറി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫോർമേഷൻ ഫോർ ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഇൻ എ പ്ലേ. ഓരോ പ്ലേയിലും ഓരോ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു കോൺഫ്ലിക്റ്റിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഇൻഫോർമേഷനൊക്കെ നിർമ്മിക്കുന്നതിനെയാണ് എക്സ്പോസിഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൺ കംസ് സൂൺ ആഫ്റ്റർ ദ ഓപ്പണിംഗ് സീൻ എ ട്രാജഡി. ഒരു ട്രാജഡിയിൽ ഓപ്പണിംഗ് സീന് കഴിഞ്ഞാൽ തന്നെ എക്സ്പോസിഷൻ എന്ന് പറയുന്ന പീരിയഡാണ്. അതുപോലെ തന്നെ ഹാംലെറ്റ് എന്ന് പറയുന്ന ഡ്രാമയിൽ തുടക്കത്തിൽ നമുക്ക് ഹാംലെറ്റ് ഗോസ്റ്റിനെ കാണുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനാണ് അതിൻ്റെ എക്സ്പോസിഷനായിട്ട് കണക്കാക്കുന്നത്. ആ ഒരു സീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോസ്റ്റ് വന്നിട്ട് ഹാംലെറ്റിനോട് പറയുന്നുണ്ട് ആരാണ് അവൻ്റെ അച്ഛനെ കൊന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. exposes the hidden secrets to the Prince of Denmark that result in the tragic actions that follow. അതിനുശേഷം വരാൻ പോകുന്ന ആ ഒരു ട്രാജിക് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും ആ ഒരു സീന് കണ്ടാൽ തന്നെ. അപ്പോൾ പ്രിൻസ് ഓഫ് ഡെൻമാർക്കിനോട് ഈ ഒരു ഹിഡൻ സീക്രട്ട് പറയുന്ന ആ ഒരു ഗോസ്റ്റിൻ്റെ അപ്പിയറൻസ് അതാണ് ആ ഒരു സീനിലെ എക്സ്പോസിഷനായിട്ട് കണക്കാക്കുന്നത്. ഇനി ആക്ഷൻ സീക്വൻസ് ഇൻ എ പ്ലേ. The rising action begins after the opening scene and exposition. ഫസ്റ്റ് നമ്മൾ ആക്ഷൻ സീക്വൻസിൻ്റെ പ്ലേയിൽ ആദ്യം പറയുന്നത് റൈസിങ് ആക്ഷനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു പിക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പിക്ക് നോക്കാം. റൈസിങ് ആക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു ഡ്രാമ തുടങ്ങിയിട്ട് അതിൻ്റെ ഓപ്പണിംഗ് സീനും എക്സ്പോസിഷനും കഴിഞ്ഞിട്ട് വരുന്നതാണ് റൈസിങ് ആക്ഷൻ. റൈസിങ് ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ട് ഇറ്റ് ഡെവലപ്സ് ദ കോൺഫ്ലിക്റ്റ് ദാറ്റ് ലീഡ്സ് ടു ദ ക്ലൈമാക്സ്. ഒരു കോൺഫ്ലിക്റ്റ് അത് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു കോൺഫ്ലിക്റ്റിന് ശേഷമാണ് പിന്നീട് ക്ലൈമാക്സ് വരുന്നത്. ഇനി ക്ലൈമാക്സ് എന്ന് പറഞ്ഞാലോ ഈസ് എ ടേണിംഗ് പോയിൻറ്റ് ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ക്രൈസിസ് റിസൾട്ടിങ് ഇൻ ദ ചേഞ്ച് ഓഫ് ഫോർച്യൂൺ ഓഫ് ദ പ്രോട്ടോഗണിസ്റ്റ്. ആ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിന് ശേഷം വരുന്ന പ്രോട്ടോഗണിസ്റ്റിൻ്റെ ഫോർച്യൂണിൽ വ്യത്യാസം വരാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് കാരണമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻറ്റിനെയാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇനി ക്ലൈമാക്സ് കഴിഞ്ഞാലോ ഒരു ഫോളിംഗ് ആക്ഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഫോളിംഗ് ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ദ കാറ്റോസ്ട്രഫി ഓർ ഔട്ട്കം ഓഫൺ മാർക്ക്ഡ് ബൈ ദ ഡൗൺഫാൾ ഓർ ദ ഡെത്ത് ഓഫ് ദ പ്രോട്ടോഗണിസ്റ്റ് ഇൻ എ ട്രാജഡി. ഫോളിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറിയിലെ പ്രോട്ടോഗണിസ്റ്റിൻ്റെ മരണം അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോഗണിസ്റ്റിൻ്റെ നാശം ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു ഔട്ട്കമ്മിനെയാണ് കാറ്റോസ്ട്രഫി എന്ന് പറയുന്നത്. ബാഡായിട്ടുള്ള രീതിയിലുള്ള ഔട്ട്കം ഇതിനെയാണ് കാറ്റോസ്ട്രഫി എന്ന് പറയുന്നത്. കാറ്റോസ്ട്രഫി വരുന്നത് ട്രാജഡിയിൽ മാത്രമാണ്. അതുപോലെ തന്നെ കോമഡിയിലും ട്രാജഡിയിലും രണ്ടിലും വരുന്ന കോമൺ ടേം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിനോവ്മെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെർ ദ കോൺഫ്ലിക്റ്റ് ഈസ് സെറ്റിൽഡ്, ദ മിസ്റ്ററി ഈസ് സോൾവ്ഡ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് ക്ലിയർഡ് എവേ. റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിനോവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കോൺഫ്ലിക്റ്റ്, മിസ്റ്ററി, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ അതിനെയാണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിനോവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ട്രാജഡിയിലും കോമഡിയിലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ഫോളിംഗ് ആക്ഷൻ ട്രാജഡിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക.
നെക്സ്റ്റ് ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രമാറ്റിക് വർക്കിൽ കാണിക്കുന്ന പേഴ്സൺസ്, ആളുകളെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുക. അവർക്കൊരു മോറൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കാണുന്ന കാണികൾക്ക് അവരുടെ ഡയലോഗും ആക്ഷനും കാണുമ്പോഴാണ് ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടറും ആവാം അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറും ആവാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന വർക്കിലെ പ്രോസ്പെറോ എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ ഒരുപാട് ചേഞ്ചസ് ആ ഒരു സ്റ്റോറിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരേ ഒരു ക്വാളിറ്റിയുള്ള ക്യാരക്ടറും ആവാം അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ മേജർ ചേഞ്ചസിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറും ആവാം. അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്ലോട്ടിന് ശേഷം സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രാജഡിയിൽ ക്യാരക്ടറാണ് എന്നാണ്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ഒപ്പീനിയനിൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിൽ ഒരു ക്യാരക്ടറിന് മെയിനായിട്ട് 4 ക്വാളിറ്റീസ് വേണം. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഗുഡ്, നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പറേറ്റി എന്ന് പറയുമ്പോൾ മാൻലി വാലർ ഈസ് ഇംപ്രോപ്പർ ഇൻ എ വുമൺ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ കൺവെൻഷൻസ്. അപ്പോൾ ഒരു സ്ത്രീയിൽ മാൻലി വാലർ കാണിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ തിരിച്ചും കാണിക്കുകയാണെങ്കിൽ ഇംപ്രോപ്പറാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പറേറ്ററി നിലനിർത്തുക എന്നുള്ളതാണ് സെക്കൻഡ് ലക്ഷ്യം, സെക്കൻഡ് എയിം എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറയുന്നത് ട്രൂ ടു ലൈഫ് ആയിരിക്കണം. ആ ഒരു ക്യാരക്ടർ ഷുഡ് ബി ട്രൂ ടു ലൈഫ്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ കോൺസിസ്റ്റൻസി ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതായത് ഒരു സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിന് ഒരു സ്വഭാവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം തന്നെ ആയിരിക്കണം അത് എൻഡ് ചെയ്യുന്ന വരെ. ഇനി സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ അയാളുടെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടക്കിടക്ക് സ്വഭാവം മാറുന്ന ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഫോർത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസിസ്റ്റൻസിയാണ്. ദ പേഴ്സൺ ഓഫ് എ ഗിവൺ ക്യാരക്ടർ ഷുഡ് സ്പീക്ക് ആൻഡ് ആക്ട് ഇൻ എ ഗിവൺ വേ. അതിൽ പറയുന്ന രീതിയിൽ തന്നെ ഫുൾ സ്റ്റോറി എൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ എൻഡ് ചെയ്യുന്നത് വരെ ആക്ട് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. നെക്സ്റ്റ് തോട്ടാണ്. അദ്ദേഹത്തിൻ്റെ അരിസ്റ്റോട്ടിലിൻ്റെ റെറ്ററിക് എന്നുള്ള വർക്കിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ പറയുന്നത്. തോട്ടിൽ അദ്ദേഹം പറയുന്നത് അണ്ടർ തോട്ട് ഈസ് ഇൻക്ലൂഡഡ് എവരി എഫക്റ്റ് വിച്ച് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ സ്പീച്ച്. ഒരു ക്യാരക്ടറുടെ സ്പീച്ചിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന എഫക്റ്റിനെയാണ് തോട്ട് എന്ന് പറയുന്നത്. പ്രൂഫ് ആൻഡ് റെഫ്യൂട്ടേഷൻ ആർ ദ സബ് ഡിവിഷൻസ് ഓഫ് തോട്ട്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് റിലേറ്റഡ് ടു ദ എക്സൈറ്റേഷൻ ഓഫ് ഫീലിങ്സ് സച്ച് ആസ് പിറ്റി, ഫിയർ, ആങ്കർ ആൻഡ് ദ ലൈക്ക്. ആ ഒരു വർക്ക് കാണുന്ന കാണികളിൽ അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ സ്പീച്ചോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനോ കാരണം ഉണ്ടാകുന്ന പിറ്റി, ഫിയർ, ആങ്കർ ഇങ്ങനത്തെ ഫീലിങ്സിനൊക്കെയാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇത് തോട്ടിൻ്റെ തന്നെ വേറൊരു സബ് ഡിവിഷനാണ്. ഇനി റെഫ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാലോ ഈസ് റിലേറ്റഡ് ടു ദ സജഷൻ ഓഫ് ഇമ്പോർട്ടൻസ് ഓർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന, സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കുന്ന, സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് റെഫ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Thought of a character is revealed either through his action or through dialogue. It would be difficult to treat thought as a separate entity in a drama. നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ തോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ഒരു ക്യാരക്ടറിൻ്റെ ആക്ഷൻസ് കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് നോക്കിയിട്ടോ നമുക്ക് അയാളുടെ തോട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ the concept of thought can be estimated as the mental transactions of the character that are manifested in the forms of action and speech in drama. തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രാമയിൽ സ്പീച്ചിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ആക്ഷൻ്റെ രൂപത്തിലോ അതിലെ ക്യാരക്ടേഴ്സിൻ്റെ മെൻ്റൽ ട്രാൻസാക്ഷൻസ്, അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിന്താരീതികൾ കാണിക്കുന്നതിനെയാണ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോറിയിൽ ഒരു ക്യാരക്ടറിൻ്റെ ആക്ഷനിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ കൂടെ നമുക്ക് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ചിന്താരീതികൾ മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് തോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഡിക്ഷനാണ്. ഡിക്ഷനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആയിട്ടാണ് ട്രാജഡിയിൽ അദ്ദേഹം കണക്കാക്കുന്നത്. ഡിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണീംസ്, സിലബിള്, കണക്റ്റീവ്, നൗണ്, വേർബ്, കൺജക്ഷൻ, ഇൻഫ്ലക്ഷൻ, അട്ടറൻസ് ഇതിനൊക്കെ പോയറ്റിക് ഡിക്ഷനായിട്ട് അദ്ദേഹം കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണീംസിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് വവൽസ്, കോണ്ടിന്യൂൻസ്, മ്യൂട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർക്കിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് ഡിക്ഷൻ, പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡിക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലാരിറ്റി വേണം, ക്ലാരിറ്റിയാണ് എന്നാണ്
അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലാരിറ്റിയും എക്സോട്ടിക് വേർഡ്സും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഡിക്ഷൻ ഷുഡ് ബി ക്ലിയർ ബട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ ഓർഡിനറി സ്പീച്ച്. അതുപോലെ തന്നെ പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കണം. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീച്ചിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നുമായിരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഡിക്ഷൻ എന്നുള്ള സംഭവം ഈ ഒരു അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റ് അല്ലാതെ നോർമലി ഡിക്ഷൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ സെൻസ് കൺസിസ്റ്റ് ഓഫ് ദ വേർഡ്സ്, ഫ്രേസസ്, സിൻടാക്സ് ആൻഡ് അറ്റ് ടൈംസ് ദ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ദാറ്റ് അപ്പിയർ ഇൻ എനി പീസ് ഓഫ് ലിറ്ററേച്ചർ. ഏതൊരു തരത്തിലുള്ള ലിറ്ററേച്ചറിലും കാണാൻ സാധിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസ്, സിൻടാക്സ്, ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഇതിനൊക്കെയാണ് ഡിക്ഷൻ, പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്ററുടെ ഡിക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. വൊക്കാബുലറി, ഒറിജിൻ ഓഫ് വേർഡ്സ്, പ്രൊഫ്യൂഷൻ ഓഫ് ഫോറിൻ വേർഡ്സ്, കോൺക്രീറ്റ് ഓർ അബ്സ്ട്രാക്റ്റ്, ഫോർമൽ ഓർ കാഷ്വൽ, ടെക്നിക്കൽ ഓർ കോമൺ, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഇനി ഡ്രാമയിലെ ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡിക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് drama signifies the poetic or verse language that was originally used in the ancient period. ആൻഷ്യൻ പീരിയഡിൽ യൂസ് ചെയ്തിരുന്ന പോയറ്റിക് അല്ലെങ്കിൽ വേഴ്സ് ലാംഗ്വേജ്, അതിനെയാണ് ഡ്രാമയെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡിക്ഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഡിക്ഷൻ, ഒരു ഡ്രാമയിലെ ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതിയിട്ടുള്ള ആ ഒരു പ്ലേ റൈറ്റ് അതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് എംഫസിസ് ടു ദ ചോയ്സ് ഓഫ് വൊക്കാബുലറി, സ്റ്റൈല്, ടോൺ ഓഫ് ലാംഗ്വേജ് എംപ്ലോയ്ഡ് ഇൻ എ പ്ലേ. അതുപോലെ തന്നെ അത് എംഫസൈസ് ചെയ്യുന്നത് അതിൽ വൊക്കാബുലറി, സ്റ്റൈല്, ടോൺ ഓഫ് ലാംഗ്വേജ്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏതൊക്കെ തരത്തിലുള്ള വൊക്കാബുലറിയാണ്, ഏതെങ്കിലും സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ ഏത് ടോൺ ഓഫ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ആ ഒരു ഡിക്ഷൻ എന്നുള്ളത് കൊണ്ട് സ്ട്രെസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സോങ് ആണ്. സോങ്സിനെ ആൻഷ്യൻ ഡ്രാമയുടെ ഫണ്ടമെൻ്റൽ എലമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഷ്യൻ ഗ്രീസിലെ ഡ്രാമാസൊക്കെ നടത്തിയിരുന്നത് ഫെസ്റ്റിവൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഫെസ്റ്റിവൽസിൻ്റെ കോർ എലമെൻ്റ് എന്ന് പറയുന്നത് ഡ്രങ്കൺ മെൻ, അതായത് കള്ളു കുടിച്ചിട്ട് ആളുകൾ ഗോട്ട് സ്കിന്ന് യൂസ് ചെയ്തിട്ട് അത് ധരിച്ചിട്ട് അതിൽ ഡാൻസ് ചെയ്യലായിരുന്നു അന്നത്തെ ഡ്രാമ എന്ന് പറയുന്നത്. അതും ഡൈനീഷ്യസ് ദേവൻ്റെ അവരുടെ ഒരു പരിപാടിയിലായിരുന്നു, ഡൈനീഷ്യസ് ദേവന് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവൽസിലായിരുന്നു അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡൈനീഷ്യസ് ദേവനാണ് ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി, ഗോഡ് ഓഫ് വൈൻ മേക്കിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം അന്നത്തെ കാലത്തെ ട്രാജഡി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അന്ന് ട്രാജഡിയുടെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഗോട്ട് സോങ് എന്നായിരുന്നു. ട്രയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും ഗോട്ട് സോങ് എന്നുള്ള മീനിങ് ആയിരുന്നു അന്ന് ട്രാജഡിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്നത്തെ ഫെസ്റ്റിവൽസിൽ ഉണ്ടായിരുന്ന സോങ്ങുകൾ എന്ന് പറയുന്നത് കോറലായിട്ട് പാടുന്ന ഹിംസ്, ചാൻസ്, സോങ്സ്, ഫീൻസ്, പോയംസ്, ഇതൊക്കെയായിരുന്നു. മോഡേൺ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന മറ്റുള്ള മ്യൂസിക്കൽ എലമെൻറ്റ്സ്, അതിനൊക്കെയാണ് സോങ് എന്ന് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് സ്പെക്ടാക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ എലമെൻറ്റ്സ് ഓഫ് എ ഡ്രാമ. നമ്മൾ കാണികൾ കാണുന്ന ആ ഒരു സംഭവത്തിനെയാണ് സ്പെക്ടാക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ഓൾസോ റെഫർ ടു the special or surprising scenes introduced in an ancient drama to amuse the spectators. അത് കാണുന്ന കാണികളെ അമ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡ്രാമയിലും കാണിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള സീനുകളെയും ഈ ഒരു സ്പെക്ടാക്കിൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ എ പ്ലേ, അതിനെയാണ് സ്പെക്ടാക്കിൾസ് എന്ന് പറയുക. അതുണ്ടാവുന്നത് കോസ്റ്റ്യൂം, പിന്നെ അതിൻ്റെ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, സ്പെഷ്യലായി യൂസ് ചെയ്യുന്ന വിഷ്വൽ എഫക്റ്റ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ്. കോസ്റ്റ്യൂം, മേക്കപ്പ്, അതർ സ്റ്റേജ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ആ ഒരു ക്യാരക്ടറിനെയും സീനിനെയും സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുമായിരിക്കണം. എന്നാലാണ് ആ ഒരു സ്പെക്ടാക്കിൾ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ദ സീൻ ഷുഡ് ബി ഡ്രമാറ്റിക് ആൻഡ് സ്പെക്ടാക്കുലർ സോ ആസ് ടു ക്യാപ്ചർ ആൻഡ് സസ്റ്റെയിൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വ്യൂവേഴ്സ്. അത്രയും ഡ്രമാറ്റിക്കും സ്പെക്ടാക്കുലറും ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ മാത്രമാണ് അത് കാണുന്ന കാണികളുടെ ഇൻട്രസ്റ്റിനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അരിസ്റ്റോട്ടിൽ പക്ഷേ ഈ ഒരു സ്പെക്ടാക്കിളിനെ ഏറ്റവും
ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലീസ്റ്റ് ആർട്ടിസ്റ്റിക് എലമെൻറ്റ് ഓഫ് എ ട്രാജഡി ആൻഡ് ലീസ്റ്റ് കണക്റ്റഡ് ടു ദ വർക്ക് ഓഫ് പ്ലേ റൈറ്റ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ട്രാജിക് പിറ്റിയും ഫിയറും നമുക്ക് നല്ല എഫക്റ്റീവ് യൂസ് ഓഫ് സ്പെക്ടാക്കിൾ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഫീലിങ്സ് നമുക്ക് ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള സ്റ്റേജ് എഫക്റ്റോ വിഷ്വൽ എഫക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ത്രൂ ദ സ്ട്രക്ചർ ഓഫ് ദ ഇവൻറ്റ്സ്, ആ ഒരു പ്ലേയുടെ ഇവൻറ്റിൻ്റെ സ്ട്രക്ചർ വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം പ്ലോട്ട്, സ്ട്രക്ചർ ഓഫ് ഇവൻറ്റ്സിനെയാണല്ലോ പ്ലോട്ട് എന്ന് പറയുന്നത്, പ്ലോട്ടിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വലിയ ഹൈ റിഗാർഡിൽ കണക്കാക്കിയിരുന്ന ഒന്ന്. അതുപോലെ തന്നെ ഹി ഫീൽസ് ദാറ്റ് ദ പ്ലോട്ട് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈവൻ വിത്തൗട്ട് വാച്ചിങ് ഇറ്റ് എനിവൺ ഹൂ ഹിയേഴ്സ് ദ സ്റ്റോറി ഷുഡ് ഷഡർ ആൻഡ് ഫീൽ പിറ്റി അറ്റ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ പ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ മാത്രമല്ല, അത് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് പോലും അത് കാണുന്ന ആളുകളിൽ ഉണ്ടാകുന്ന അതേ ഒരു ഷഡറിങ് എന്ന് പറയുമ്പോൾ പേടിച്ച് വിറക്കുക, അതും അതുപോലെ തന്നെ ഫീൽ പിറ്റിയും ഉണ്ടാവണം. കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു എഫക്റ്റ് തന്നെ അത് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഉണ്ടാകണം. ആ ഒരു രീതിയിലായിരിക്കണം ആ ഒരു പ്ലോട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പെക്ടാക്കിളിന് അത്ര വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് 3 യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. 3 യൂണിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റീസ് ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ്, ഇത് മൂന്നുമാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എലാബറേറ്റ് ആയിട്ട് പറയുന്നത് ഫ്രഞ്ച് ക്ലാസിസിസ്റ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയറ്റിക്സിലെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. The three unities require a play to have a single action represented as occurring in a single place and within the course of a day. ഒരു സിംഗിൾ ആക്ഷനെ കാണിക്കുന്നതായിരിക്കണം, അതുപോലെ തന്നെ ഒരു സിംഗിൾ പ്ലേസിൽ നടക്കുന്ന വിത്തിൻ ദ കോഴ്സ് ഓഫ് എ ഡേ, ഒരു ഡേയിലെ സംഭവം കാണിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതാണ് ഈ ഒരു 3 യൂണിറ്റീസും പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഹൈ റിഗാർഡിൽ കണക്കാക്കിയിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു 3 യൂണിറ്റ്. ഫ്രഞ്ച് ക്ലാസിക്കൽ തിയേറ്റർ അവർ ഈ ഒരു 3 യൂണിറ്റീസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് തിയേറ്ററിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി ഈ ഒരു 3 യൂണിറ്റീസിൻ്റെ പേരിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് ടൈമിൽ പറയുന്നത് 12 അവേഴ്സ് ഓഫ് എ ഡേ ആണോ 12 അവേഴ്സ് ഓഫ് എ ഡേ ആണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുപോലെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിംഗിൾ റൂമാണോ ആ ഒരു പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെറ്റിങ്, അല്ലെങ്കിൽ സിംഗിൾ സിറ്റി ആണോ കൺട്രി ആണോ എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ആ ഒരു കാലഘട്ടത്തിലെ ഗ്രേറ്റ് പ്ലേസ് ഒക്കെ ഈ ഒരു 3 യൂണിറ്റീസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഫ്രാൻസിലും ഇറ്റലിയിലും വന്നപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അതിനെ ആളുകൾ ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു 3 യൂണിറ്റീസിനെ ഇംഗ്ലീഷ് തിയേറ്ററിലും അതുപോലെ തന്നെ പ്രോമിനൻറ്റ് എലിസബത്തൻ ജാക്കബിൻ ഡ്രാമാറ്റിസ്റ്റുകളും അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3 യൂണിറ്റീസിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ പല വർക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. ഷേക്സ്പിയറിൻ്റെ വർക്കിനെ കുറിച്ചിട്ട് പ്രിഫേസ് ടു ദ ഷേക്സ്പിയർ എന്ന് പറയുന്ന സാമുവൽ ജോൺസൻ്റെ വർക്കിലും അദ്ദേഹം ഈ ഒരു 3 യൂണിറ്റീസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് 3 യൂണിറ്റീസ് ഫോളോ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ആ ഒരു വർക്കിന് ശേഷമാണ് പിന്നീട് 3 യൂണിറ്റീസിനെ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്. അതും 3 യൂണിറ്റീസിൽ ടൈമും പ്ലേസിനെ മാത്രമാണ് ഇറലവൻ്റ് ആയിട്ട് പിന്നീട് കണക്കാക്കിയത്. പക്ഷേ യൂണിറ്റി ഓഫ് ആക്ഷൻ എല്ലാ ഒരു കാലത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.